പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ബോധത്തിൻ്റെ വലിയൊരു പരിണാമത്തെക്കുറിച്ചാണ്. നമ്മളിൽ പലരും ഇന്ന് ഇൻഫർമേഷനുകളുടെ ലോകത്താണ് ജീവിക്കുന്നത്, അല്ല? ഗൂഗിളും ബുക്സുകളും വഴി നമുക്ക് ഈ ലോകത്തെക്കുറിച്ച് എല്ലാം അറിയാൻ കഴിയും. എന്നാൽ ഈ അറിവുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? നമുക്ക് ദേഷ്യം വരുമ്പോൾ ആ അറിവ് നമ്മെ സഹായിക്കുന്നുണ്ടോ? നമുക്ക് സങ്കടം വരുമ്പോൾ ബുക്സുകൾ നമുക്ക് സമാധാനം തരുന്നുണ്ടോ? അതുണ്ടാവില്ല. കാരണം അറിവുകൾ നമ്മളുടെ ബുദ്ധിയിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. അവ നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമായിട്ടില്ല. ഇവിടെയാണ് പൈത്തഗോറസിൻ്റെ സത്യാന്വേഷണ കഥ പ്രസക്തമാകുന്നത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തിനാണ് ആത്മീയതയിൽ ഇത്രയധികം കഠിനമായ പരിശീലന ക്രമങ്ങളെല്ലാം എന്ന്. ഇതിനുള്ള ഉത്തരം മഹാനായ ഗ്രീക്ക് തത്വചിന്തകൻ പൈത്തഗോറസിൻ്റെ ജീവിതത്തിലുണ്ട്. പൈത്തഗോറസിനെ അറിയാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല, അല്ലേ? ഗണിതശാസ്ത്രത്തിലും തർക്കശാസ്ത്രത്തിലും ലോകം കണ്ട മഹാപ്രതിഭയായിരുന്നു അദ്ദേഹം. എന്നാൽ ലോകം മുഴുവൻ കീഴടക്കിയിട്ടും തൻ്റെ ഉള്ളിൽ എന്തോ ഒരു കുറവുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ആധ്യാത്മിക ശിക്ഷണം തേടി അദ്ദേഹം ഈജിപ്തിലെ നിഗൂഢവും രഹസ്യാത്മകവുമായ വിദ്യകൾ അഭ്യസിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തിൽ എത്തിച്ചേർന്നു. പക്ഷേ അദ്ദേഹത്തിന് അവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അവിടെ അദ്ദേഹത്തെ തടഞ്ഞ ഗുരുക്കന്മാർ പൈത്തഗോറസിനോട് പറഞ്ഞത് നാം ഓരോരുത്തരും കേൾക്കേണ്ട വലിയൊരു പാഠമാണ്. അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: പൈത്തഗോറസ്, നീ വലിയൊരു പണ്ഡിതനാണ്. നിന്റെ തലച്ചോറിൽ ലോകത്തിലെ എല്ലാ വിവരങ്ങളും ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ബുദ്ധി തന്നെയാണ് നിനക്ക് തടസ്സമായിരിക്കുന്നത്. നിന്റെ ഈ ബുദ്ധി ഉപയോഗിച്ച് നിനക്ക് സത്യത്തെ വിശകലനം ചെയ്യാം, പക്ഷേ അത് അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സത്യത്തെ കാണണമെങ്കിൽ നിനക്ക് പുതിയൊരു കണ്ണും പുതിയൊരു ഹൃദയവും വേണമെന്ന് അവർ നിർദ്ദേശിച്ചു. അതിനായി അവർ അദ്ദേഹത്തിന് നൽകിയ പരിശീലനം എന്നത് 40 ദിവസത്തെ കഠിനമായ ഉപവാസവും ശ്വസന ക്രിയകളുമാണ്. ആ സമയം പൈത്തഗോറസ് അവരോട് ശക്തമായി തർക്കിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിവാണ് വേണ്ടത്, അല്ലാതെ ഈ ശാരീരിക അഭ്യാസങ്ങളല്ല. പക്ഷെ ഗുരുക്കന്മാർ വിട്ടുകൊടുത്തില്ല. കാരണം ഒരു പാത്രത്തിൽ നിറയെ ചെളിയിരിക്കുമ്പോൾ അതിൽ അമൃതൊഴിക്കാൻ കഴിയില്ലല്ലോ. പൈത്തഗോറസിൻ്റെ ബുദ്ധിയുടെ പഴയ ധാരണകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ആ ധാരണകളെ പുറത്തു കളയുവാൻ ഉപവാസവും പ്രാണനെ ഉള്ളിലേക്ക് ആവാഹിക്കുവാൻ ശ്വസനക്രിയകളും അത്യാവശ്യമായിരുന്നു. എന്തായാലും പൈത്തഗോറസ് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. ഗുരുക്കന്മാർ നിർദ്ദേശിച്ച പരിശീലനങ്ങൾ പൂർത്തിയാക്കി 40 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പൈത്തഗോറസ് ആ വിദ്യാലയത്തിൻ്റെ പടിവാതിക്കൽ തിരിച്ചെത്തി. പക്ഷെ പഴയ പൈത്തഗോറസ് ആയിരുന്നില്ല അത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ പുതിയൊരു തിളക്കമുണ്ടായിരുന്നു. അദ്ദേഹം അപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് സത്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല, കൂടാതെ എനിക്ക് സത്യത്തെ സ്പർശിക്കുവാനും കഴിയുന്നുണ്ട്. എൻ്റെ കേന്ദ്രം തലയിൽ നിന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് മാറിയിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ടെന്ന്. എന്തായിരിക്കും ബുദ്ധിയിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഈ മാറ്റം? ബുദ്ധി എന്നത് എപ്പോഴും സംശയിക്കുകയും വിശകലനം ചെയ്യുകയും വിഭജിക്കുകയും ചെയ്യുന്നു. ബുദ്ധിക്ക് സ്നേഹത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റും, പക്ഷെ സ്നേഹിക്കാൻ അറിയില്ല.
മറിച്ച് ഹൃദയമോ ഇത് അനുഭവിക്കുകയും സ്വീകരിക്കുകയും ഒന്നായി തീരുകയും ചെയ്യും. നമ്മുടെ ഈ യാത്രയും അതാണ്. പ്രിയമുള്ളവരെ, ഈ കേൾക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യരുത്. മറിച്ച് ശ്വാസത്തിലൂടെയും അവബോധത്തിലൂടെയും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കി വയ്ക്കണം. ബുദ്ധിയിലൂടെയുള്ള അറിവ് നമ്മളെ പണ്ഡിതനാക്കും. എന്നാൽ ഹൃദയത്തിലൂടെയുള്ള അനുഭവം എന്നത് നമ്മളെ ഒരു ബുദ്ധനാക്കി മാറ്റും. പൈത്തഗോറസിന് നൽകപ്പെട്ട ആ അഞ്ചാമത്തെ വിദ്യയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിക്കാൻ പോകുന്നത്. അത് ഈജിപ്തിൽ വെച്ചാണ് നൽകപ്പെട്ടത്. എന്നാൽ ആ വിദ്യ ഭാരതീയമായിരുന്നു. ഇത് കേവലം ഒരു ശ്വസനക്രിയ മാത്രമല്ല, മറിച്ച് നമുക്കുള്ളിലെ ആ കണ്ണാടിയിലെ പൊടിയെ തുടച്ചു മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. നമുക്കുള്ളിലെ ആ കണ്ണാടിയിലെ മണ്ണ് മാറുമ്പോൾ നമ്മളവിടെ കാണുന്നത് മറ്റാരെയുമല്ല, നമ്മളെ തന്നെയാണ്. നമുക്ക് തയ്യാറായാലോ അതിനു വേണ്ടി, ആ തീർത്ഥാടനത്തിന് വേണ്ടി? പ്രിയമുള്ളവരെ, സത്യമെന്നതൊരു സിദ്ധാന്തമല്ല, അതൊരു അനുഭവമാണ്. ആ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആ അഞ്ചാമത്തെ വിദ്യയിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. മഹാനായ പൈത്തഗോറസ് ഈജിപ്തിൽ നിന്നും മടങ്ങിയെത്തിയത് വെറും ഗണിത സൂത്രങ്ങളുമായിട്ടായിരുന്നില്ല, മറിച്ച് മനുഷ്യൻ്റെ ആന്തരിക പരിവർത്തനത്തിനുള്ള ഏറ്റവും വലിയ താക്കോലുമായിട്ടായിരുന്നു. പാശ്ചാത്യ ലോകത്തെ ആത്മീയതയുടെ പിതാവായി പൈത്തഗോറസ് അറിയപ്പെടാൻ കാരണം അദ്ദേഹം ഗ്രീസിലേക്ക് എത്തിച്ച ഈ വിദ്യ കൊണ്ടാണ്. വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ അഞ്ചാമത്തെ സൂത്രമാണിത്. ശിവൻ പാർവതി ദേവിക്ക് ഉപദേശിച്ച ഈ വിദ്യ ഇങ്ങനെയാണ്: മൂന്നാം കണ്ണിലേക്ക്, അതായത് നമ്മുടെ പുരിക മധ്യത്തിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക എന്ന്. ഈ വിദ്യ കേവലം ഒരു സങ്കല്പമല്ല, ഇത് നമ്മുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ ഒരു കേന്ദ്രത്തെ ഉണർത്തുന്ന പ്രക്രിയയാണ്. ആധുനിക ശാസ്ത്രം ഇന്ന് അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ് നമ്മുടെ തലച്ചോറിൻ്റെ മധ്യഭാഗത്തുള്ള പീനിയൽ ഗ്ലാൻഡിനെ. ഭാരതീയ യോഗാശാസ്ത്രം ഇതിനെ ശിവനേത്രം എന്നാണ് വിളിക്കുന്നത്. രണ്ട് കണ്ണുകൾക്കുമിടയിൽ ഒരു കണ്ണുണ്ടെന്ന് പറയുമ്പോൾ അത് പുറമേ കാണുന്ന ഒന്നല്ലട്ടോ, അത് ഉള്ളിലേക്ക് തുറക്കുന്ന ഒരു വാതിലാണ്. സാധാരണഗതിയിൽ ഈ ഗ്രന്ഥി പ്രവർത്തനക്ഷമമല്ല. അത് അന്ധത ബാധിച്ചത് കൊണ്ടല്ല, മറിച്ച് അത് അടഞ്ഞു കിടക്കുകയാണ്. ഇതിനെ തുറക്കുവാനുള്ള ഏക ഇന്ധനമെന്നത് നമ്മുടെ ശ്രദ്ധ മാത്രമാണ്. ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ഈ വിദ്യ ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ ഗ്രന്ഥി വളരെയേറെ വിശപ്പിലാണ് ഉണ്ടാവുക. ഇതിലേക്ക് നാം ശ്രദ്ധ തിരിക്കുമ്പോൾ ഒരു കാന്തം ഇരുമ്പിനെ എന്ന പോലെ ഈ കേന്ദ്രം നമ്മുടെ ശ്രദ്ധയെ വലിച്ചെടുക്കും. നമ്മൾ ഈ വിദ്യ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അനുഭവമുണ്ടാകും. നമ്മുടെ രണ്ട് കണ്ണുകളും ഒരു ബലാത്കാരം എന്നേണ ഈ മധ്യബിന്ദുവിലേക്ക് ആകർഷിക്കപ്പെടും. അതൊരു തരം സമ്മോഹനം പോലെ, ഒരു ഹിപ്നോസിസ് പോലെയാണ് അത് ഉണ്ടാവുക. ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ശ്രദ്ധ മാറ്റാൻ നമ്മൾ ആഗ്രഹിച്ചാലും
ഈ കേന്ദ്രം അതിന് സമ്മതിക്കില്ല. ശിവൻ പറയുന്നത് ഈ ബിന്ദുവിനെ കണ്ടെത്താനാണ്. ഒരിക്കൽ ആ ബിന്ദുവിൽ ദൃഷ്ടി ഉറച്ചാൽ നിങ്ങളുടെ മനസ്സിന് പിന്നെ അലഞ്ഞു തിരിയാൻ കഴിയത്തേയില്ല. അവിടെയാണ് ചിന്തകളുടെ ഒഴുക്ക് നിലയ്ക്കുന്നത്. മൂന്നാം കണ്ണിൽ ശ്രദ്ധ ഉറയ്ക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി നമ്മളൊരു വിസ്മയം ദർശിക്കും. ഇതുവരെ നമ്മൾ ചിന്തകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ ചിന്തകളെ കാണുന്നവനായി മാറിയിരിക്കുന്നു. അതായത് ഈ വിദ്യ നമ്മളെ ഒരു സാക്ഷിയാക്കി മാറ്റും. നമ്മുടെ മനസ്സെന്നത് ഒരു ചലച്ചിത്ര തിരശ്ശീല പോലെയാണ്. സാധാരണഗതിയിൽ അതിലോടുന്ന സിനിമയിലെ കഥാപാത്രമായി നമ്മൾ മാറും. സിനിമയിൽ സങ്കടം വരുമ്പോൾ നമ്മൾ കരയും, ദേഷ്യം വരുമ്പോൾ നമ്മൾ വിറയ്ക്കും. സിനിമയിലുള്ളതെല്ലാം കുറച്ച് സമയത്തേക്ക് നമ്മൾ അനുഭവപ്പെടാം. എന്നാൽ മൂന്നാം കണ്ണിലിരുന്ന് നോക്കുമ്പോൾ നമ്മൾ വെറുമൊരു പ്രേക്ഷകൻ മാത്രമാണ്. സിനിമയിൽ തീ പിടിച്ചാലും പ്രേക്ഷകന് പൊള്ളലേൽക്കാത്തതുപോലെ ദേഷ്യം നമ്മെ ചുറ്റി നിൽക്കുന്ന ഒരു പുകപടലം മാത്രമായി നമുക്ക് തോന്നും. ഞാൻ ദേഷ്യപ്പെടുന്നു എന്നതിന് പകരം ദേഷ്യം അവിടെയുണ്ട്, ഞാനതിനെ കാണുന്നു എന്ന ബോധ്യം ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഈ ഒരു അകലത്തെയാണ് മുക്തി എന്ന് പറയുന്നത്. മൂന്നാം കണ്ണിലൂടെയുള്ള നമ്മുടെ ഈ കേന്ദ്രീകരണത്താൽ അവിടെ രണ്ടാമതൊരു വാതിൽ കൂടി തുറക്കുന്നുണ്ട്. അത് പ്രാണന്റെ വർഷിക്കലാണ്. ശ്വസിക്കുമ്പോൾ നാം വായു മാത്രമല്ലല്ലോ അകത്തേക്ക് എടുക്കുന്നത്. വായുവിനുള്ളിലെ സൂക്ഷ്മമായ ജീവചൈതന്യമായ പ്രാണനെ കൂടിയാണ്. ആ വൈറ്റാലിറ്റി ഗോബിൾസിനെ നമുക്ക് കാണാൻ കഴിയും. പകൽ അന്തരീക്ഷത്തിലേക്ക് നോക്കിയാൽ തിളങ്ങുകയും ചലിക്കുകയും ചെയ്യുന്ന ഈ പ്രാണയെ കാണാൻ കഴിയും. ഈ പ്രാണശക്തി നമ്മുടെ ശിരസിൽ, അതായത് മൂർധാവിൽ, ഇവിടെ സഹസ്രാര ചക്രത്തിൽ വന്നു നിറയുന്നതായി ഭാവനയിൽ കാണണം. മൂന്നാം കണ്ണിൽ ശ്രദ്ധയുറച്ച ഒരാളുടെ ഭാവനയ്ക്ക് അപാരമായ ശക്തി വിശേഷമുണ്ട്. നമ്മൾ സങ്കല്പിക്കുന്ന ആ നിമിഷം തന്നെ ആ പ്രകാശവർഷം സംഭവിക്കും. അത് നമ്മുടെ ഓരോ കോശത്തെയും കഴുകി ശുദ്ധീകരിക്കും. പൈത്തഗോറസ് പറഞ്ഞ പുനർജന്മം ഇതാണ്. ഇവിടെ ബുദ്ധിയിൽ ജീവിച്ചിരുന്ന പഴയ മനുഷ്യൻ മരിക്കുകയും പ്രകാശത്തിൽ കുളിച്ച ഒരു പുതിയ മനുഷ്യൻ ഇവിടെ ഉദയം കൊള്ളുകയും ചെയ്യും. സുഹൃത്തുക്കളെ, മൂന്നാം കണ്ണിനെ അഥവാ തേടയെക്കുറിച്ചുള്ള ഏറ്റവും അത്ഭുതകരമായ രഹസ്യമെന്നത് അത് നമ്മുടെ ഉറക്കത്തെ പോലും മാറ്റിമറിക്കും എന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കാറുണ്ട്. എന്നാൽ തേടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാൾക്ക് സ്വപ്നത്തിനിടയിൽ ഇതൊരു സ്വപ്നം മാത്രമാണെന്നുള്ള കാര്യം ബോധ്യപ്പെടും. വിജ്ഞാൻ ഭൈരവതന്ത്ര പറയുന്നത് തേടയിൽ നിറയുന്ന ആ പ്രാണശക്തി ഉറക്കത്തിനിടയിൽ പതുക്കെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്നാണ്. ആ നിമിഷം മുതൽ നമ്മൾ സ്വപ്നങ്ങൾക്ക് മുകളിൽ അധികാരം നേടും. സ്വപ്നങ്ങളെ നിയന്ത്രിക്കുവാനും അതിനേക്കാൾ ഉപരിയായി ഉറക്കത്തിലും ജാഗ്രത നിലനിർത്താനും നമുക്ക് കഴിയും. ഓർക്കുക, ഉറക്കത്തിൽ ബോധവാനായ ഒരാൾക്ക് മാത്രമേ മരണത്തിലും ബോധവാനായിരിക്കുവാനും കഴിയൂ. മരണം എന്നതൊരു വസ്ത്രം മാറൽ മാത്രമാണ്.
ശരി, എന്തുകൊണ്ടാണ് നമ്മൾ ധ്യാനിക്കാൻ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടായിരിക്കും പൈത്തഗോറസിനെ പോലെയുള്ള ഒരാൾക്ക് 40 ദിവസത്തെ കഠിനമായ തയ്യാറെടുപ്പുകൾ വേണ്ടി വന്നത്? കാരണമെന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമുക്കെല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മരണഭയമുണ്ട്. ധ്യാനമെന്നത് അഹങ്കാരത്തിൻ്റെ മരണമാണെന്ന് നമ്മൾ മുൻപ് മനസ്സിലാക്കുകയുണ്ടായി. നമ്മുടെ വ്യക്തിത്വം എന്നത് ഒരു ഉള്ളി പോലെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉള്ളിയെ പൊളിച്ചാൽ അവസാനം ഒന്നും ബാക്കിയുണ്ടാവില്ലല്ലോ. ഈ ഒന്നുമില്ലായ്മയെ അഥവാ ശൂന്യതയെ നമ്മുടെ മനസ്സ് ഭയപ്പെടുന്നുവെന്ന് നമുക്കറിയാം. നമ്മുടെ മൂന്നാം കണ്ണിലൂടെ, തേടയിലൂടെ ഒരു സാക്ഷിയായി നാം മാറുമ്പോൾ നമ്മുടെ ശരീരം ഒരു വസ്ത്രം മാത്രമാണെന്നും നമ്മുടെ ചിന്തകൾ നമ്മളെ കടന്നു പോകുന്ന മേഘങ്ങൾ മാത്രമാണെന്നും നമ്മൾ തിരിച്ചറിയും. ഈ തിരിച്ചറിവ് ലഭിച്ചവന് മരണമില്ല, അവൻ അമരനാണ്. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വിടവിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ബുദ്ധൻ്റെ ശിഷ്യനായ സാരിപുത്തൻ്റെ കഥ ഇവിടെ പ്രസക്തമാണ്. ഒരിക്കൽ ധ്യാനത്തിനിടയിൽ സാരിപുത്തന് അത്ഭുതകരമായ ദർശനങ്ങളുണ്ടായി. സ്വർഗവും നരകവും ദേവന്മാരും എല്ലാം അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവ അത്രയ്ക്കും യാഥാർത്ഥ്യമായിരുന്നു. ബുദ്ധനോട് സാരിപുത്തൻ ഈ കാര്യങ്ങളെല്ലാം പറയുകയുണ്ടായി. എന്നാൽ ബുദ്ധൻ പറഞ്ഞു, അതെല്ലാം വെറും സ്വപ്നങ്ങളാണ്. മൂന്നാം കണ്ണിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തീരും. ഈ ലോകം മുഴുവൻ ഒരു സ്വപ്നം മാത്രമാണെന്ന്, അതായത് മായയാണെന്ന് അയാൾക്ക് അനുഭവപ്പെടും. നമ്മുടെ ആദിശങ്കരൻ ജഗത് മിഥ്യ എന്ന് പറഞ്ഞത് ഈ ഒരർത്ഥത്തിലാണ്. നമ്മൾ മൂന്നാം കണ്ണിലൂടെ, നമ്മുടെ തേടയിലൂടെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം ദൈവികതയുടെ ഒരു സ്വപ്നമായി മാറുന്നു. അവിടെ നമ്മൾ ഒരു ചലച്ചിത്രം കാണുന്ന വെറുമൊരു സാക്ഷി മാത്രമാണ്. നമുക്ക് പൈത്തഗോറസ് പരിശീലിച്ച ആ വിദ്യയെ ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ നോക്കാം. ശ്വാസം അകത്തേക്ക് പോയി അതൊരു ബിന്ദുവിൽ നിൽക്കുന്നുവെന്ന് നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ട്. ശേഷം ആ ശ്വാസം പുറത്തേക്ക് വന്നാൽ അവിടെയും ഒരു നിമിഷം അത് നിൽക്കുന്നുണ്ട്. ഈ 2 നിമിഷങ്ങളെയും അതീവ ഭക്തിയോടെ നമുക്ക് ശ്രദ്ധിക്കണം. ആ നിശ്ചലമായ ഇടവേളയിൽ നമ്മൾ നമ്മുടെ മൂന്നാം കണ്ണുമായി ബന്ധിക്കപ്പെടണം. ഇത് പരിശീലിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു സാക്ഷിയായി മാറും. ശ്വസിക്കുന്നവനെ അറിഞ്ഞാൽ അതോടെ നമുക്കുള്ളിലെ നിധി നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, പൈത്തഗോറസ് ആ വിദ്യാലയത്തിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ പറഞ്ഞ ആ വാചകം നമുക്കും ഏറ്റു പറയാം. പഴയ ഞാൻ മരിച്ചു പോയിരിക്കുന്നു, ഇപ്പോൾ ഞാൻ പുതിയൊരു മനുഷ്യനാണ്. അറിവ് വിവരമല്ല, അത് അനുഭവമാണ്. ഈ ശ്വാസത്തിൻ്റെ നൂലിലൂടെ നമ്മുടെ ആത്മാവെന്ന സമുദ്രത്തിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങാം. അവിടെ പ്രകാശമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ നിത്യമായ സത്യമുണ്ട്. നമുക്ക് ഈ ബോധത്തിലേക്ക് ഒന്നിച്ചു നീങ്ങാം. ശിവൻ്റെ വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ 5ാമത്തെ വിദ്യയെ, അല്ലെങ്കിൽ ആ ധ്യാന മാർഗത്തെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ ഒരു മെഡിറ്റേഷൻ ഓഡിയോ തയ്യാറാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാം.
നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയും. ശരി, ഈ ധ്യാനമാർഗത്തിൻ്റെ പരിശീലനത്തിനായി സുഖകരമായ ഒരു സ്ഥാനത്ത് നട്ടെല്ല് നേരെയാക്കിയിരിക്കണം. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് ആവശ്യമില്ല. ഇതൊരു പൊതുവായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ധ്യാനിക്കുമ്പോൾ നിവർന്നിരിക്കണമെന്ന്. ഓക്കെ, നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ വലിച്ചിലും ഉണ്ടാക്കാതെ, അതായത് ആയാസരഹിതമായിരിക്കണം. സുഖകരമായിരിക്കാം. കൈകൾ നമുക്ക് മടിയിൽ ഒന്നിനു മുകളിൽ ഒന്നായി ഇങ്ങനെ വയ്ക്കാം. പതുക്കെ കുറച്ച് തവണ ദീർഘമായി ശ്വസിക്കാം. ശ്വാസം പുറത്തു വിടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ സമ്മർദ്ദങ്ങളും, നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ പുറത്തു പോകുന്നതായി നമ്മൾ സങ്കല്പിക്കണം. സാവധാനം കണ്ണുകൾ അടച്ച് നമ്മുടെ ശ്രദ്ധയെ 2 പുരിക മധ്യങ്ങൾക്കും നടുവിലുള്ള ബിന്ദുവിലേക്ക് കൊണ്ടുവരണം. ഈ ബിന്ദുവിനെ ഭ്രൂമധ്യം അല്ലെങ്കിൽ ആജ്ഞാചക്രം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. തേർഡ് ഐ. ശരി, കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കണം. അകക്കണ്ണുകൊണ്ട് ഈ മധ്യബിന്ദുവിലേക്ക് നോക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരു കാന്തം ഇരുമ്പിനെ എന്ന പോലെ ആ കേന്ദ്രം നമ്മുടെ ശ്രദ്ധയെ അങ്ങോട്ട് വലിച്ചെടുപ്പിക്കുന്നത് അനുഭവിക്കാൻ കഴിയും. ആ ബിന്ദുവിൽ ദൃഷ്ടി ഉറപ്പിക്കുമ്പോൾ നമ്മുടെ ശ്വാസം പതുക്കെയാകുന്നത് നമുക്ക് നിരീക്ഷിക്കാം. അവിടെ ചിന്തകൾക്ക് വേഗത കുറയും. നമ്മുടെ തേടയിലിരുന്ന് ഇപ്പോൾ നമ്മളുടെ ചിന്തകളെ നിരീക്ഷിക്കുകയാണ്. ചിന്തകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ അവയോടൊപ്പം പോകുന്നില്ല. നമ്മളൊരു കുന്നിൻ മുകളിലിരുന്ന് താഴെ ഒഴുകുന്ന നദിയെ നോക്കുന്നത് പോലെ നിസ്സംഗമായി ഇതിനെ കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ ചിന്തയല്ല, ഞാൻ ചിന്തയെ കാണുന്നവനാണെന്ന് തിരിച്ചറിയണം. നമ്മൾ ശ്വസിക്കുമ്പോൾ അകത്തേക്ക് വരുന്നത് വെറും വായുവല്ലെന്ന് തിരിച്ചറിയുക. അത് ശുദ്ധമായ പ്രാണനാണ്. വെളുത്ത പ്രകാശത്തിൻ്റെ രൂപത്തിൽ ആ പ്രാണൻ നമ്മുടെ 3-ാം കണ്ണിലൂടെ ഉള്ളിലേക്ക് ഒഴുകും. ആ പ്രാണശക്തി നമ്മുടെ ശിരസിൽ, മൂർധാവിൽ, നമ്മുടെ സഹസ്രാര ചക്രയിൽ ചെന്ന് നിറയുന്നത് ഭാവനയിൽ കാണാം. നമ്മുടെ തലച്ചോറ് മുഴുവൻ ഈ ഊർജത്താൽ നിറയണം. മൂർധാവിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം പ്രകാശ കണങ്ങളായി നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വർഷിക്കാൻ തുടങ്ങണം. പൈത്തഗോറസ് അനുഭവിച്ച അതേ പ്രകാശവർഷം. സ്വർണ്ണവർണ്ണത്തിലുള്ള കിരണങ്ങൾ നമ്മുടെ തലയിൽ നിന്ന് താഴേക്ക്, ഹൃദയത്തിലേക്ക്, ശരീരത്തിൻ്റെ ഓരോ കോശത്തിലേക്കും പെയ്തിറങ്ങുന്നത് നമ്മൾ അനുഭവിക്കണം. ഓരോ പ്രകാശകണവും നമ്മുടെ പഴയ വ്യക്തിത്വത്തെ പൂർണ്ണമായും കഴുകിക്കളയും. നമ്മിലുള്ള ഭയം, ദേഷ്യം, അഹങ്കാരം എല്ലാം ഈ പ്രകാശത്തിൽ അലിഞ്ഞില്ലാതായി പോകും. ഈ പ്രകാശത്തിൽ നമ്മൾ പുനർജനിക്കുകയാണെന്നേ. നമ്മൾ പ്രകാശമായി മാറും. ഈ ശാന്തതയിൽ ഏതാനും നിമിഷങ്ങൾക്ക് നമുക്കിങ്ങനെ ഇരിക്കണം. നമ്മളിപ്പോൾ ആ പഴയ മനുഷ്യനല്ല, പുതിയൊരു അവബോധമാണ്. പതുക്കെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ബോധവാനാകണം. ചുറ്റുമുള്ള ശബ്ദങ്ങൾ കേൾക്കണം, അന്തരീക്ഷത്തെ അറിയണം. ശേഷം പതുക്കെ കൈപ്പത്തികൾ തമ്മിൽ കൂട്ടിയൊരുമി ആ ചൂട് കണ്ണുകളിൽ വെച്ച് പതുക്കെ കണ്ണുകൾ തുറക്കാവും. പക്ഷേ ഈ വിദ്യ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ മനസ്സുകൊണ്ട് ശുദ്ധനാകേണ്ടതുണ്ട്. തന്ത്രശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ശുദ്ധി എന്നതൊരു സദാചാര സങ്കല്പമല്ല, എന്നാൽ ശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. കാരണം നമ്മൾ 3-ാം കണ്ണിലേക്ക് ദൃഷ്ടി ഉറപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അശുദ്ധമെങ്കിൽ നമ്മുടെ ഭാവന അപകടമായി തീരാം. ഓഷോ പറയുന്നു,
ഈ സമയം നിങ്ങൾ ആരെയെങ്കിലും കൊല്ലുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ആശയം ശക്തിയായി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ചിന്ത അയാളുടെ മരണത്തിന് കാരണമായേക്കാമെന്ന്. ഇതുകൊണ്ടാണ് മനഃശുദ്ധിക്ക് ഇത്രയധികം ഊന്നൽ ഇവിടെ നൽകുന്നത്. പൈത്തഗോറസിനോട് ഉപവാസമനുഷ്ഠിക്കുവാനും ശ്വസനക്രിയകൾ പരിശീലിക്കുവാനും പറഞ്ഞത് ഇതുകൊണ്ടായിരുന്നു. അതുപോലെ ആത്മീയ സാധനകളിലോ ധ്യാനത്തിലോ ഏർപ്പെടുമ്പോൾ നമ്മളുടെ ശരീരത്തിനുണ്ടാകുന്ന വിറയലുകൾ, അതുപോലെ വൈദ്യുത പ്രവാഹം പോലെയുള്ള അനുഭവങ്ങളെല്ലാം നമുക്കുണ്ടാകാം. ഓഷോ ഇതിൽ വളരെ വ്യക്തമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഊർജം, അതായത് ലൈഫ് ഫോഴ്സ്, ധ്യാനത്തിലൂടെ ഉണരാൻ തുടങ്ങുമ്പോൾ അത് ശരീരത്തിലൂടെ മുകളിലേക്ക് പ്രവഹിക്കാൻ ശ്രമിക്കും. വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന ഈ ഊർജം പെട്ടെന്ന് ചലിക്കുമ്പോൾ നാഡീവ്യൂഹങ്ങളിൽ അത് വളരെയേറെ സമ്മർദ്ദം ചെലുത്തും. ആ സമയത്ത് നമ്മുടെ ശരീരം വിറയ്ക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിലും മനസ്സിലുമെല്ലാം ഒട്ടേറെ ഊർജ തടസ്സങ്ങളുണ്ട്. അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും പിരിമുറുക്കങ്ങളുമാണ് ഈ തടസ്സങ്ങളെ സൃഷ്ടിക്കുന്നത്. ഊർജം ഈ തടസ്സങ്ങളെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു പൈപ്പിലൂടെ വെള്ളം സമ്മർദ്ദത്തിൽ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ആ വിറയലിന് സമാനമായ അനുഭവം നമ്മുടെ ശരീരത്തിനും ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ ഊർജം വലിയ തോതിൽ വർദ്ധിക്കുകയും എന്നാൽ അത് ഉൾക്കൊള്ളാൻ ശരീരം വേണ്ടത്ര അയവുള്ളതോ ശുദ്ധമോ അല്ലാതിരിക്കുമ്പോഴും ഈ വിറയൽ അനുഭവപ്പെടാം. അത് ഒരു ചെറിയ വയറിലൂടെ വലിയ വോൾട്ടേജിലുള്ള കറണ്ട് കടത്തിവിടുമ്പോൾ സംഭവിക്കുന്നത് പോലെയാണെന്ന് ഓഷോ പറയുന്നു. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഓഷോ നൽകുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. ഒന്നാമതായി, അതിനെ തടയാതിരിക്കുക. ശരീരം വിറയ്ക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാനോ തടയാനോ ശ്രമിക്കരുതെന്ന് അദ്ദേഹം പറയുന്നു. നമ്മൾ വിറയലിനെ തടയുമ്പോൾ ഊർജപ്രവാഹത്തെയാണ് തടയുന്നത്. അതുകൊണ്ട് സഹകരിക്കുക, വിറയലിനൊപ്പം പൂർണ്ണമായി മുഴുകുക. അതൊരു ചെയ്യലായിരിക്കരുത്, മറിച്ച് ഒരു അനുവദിക്കലായിരിക്കണം. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു പോസിറ്റീവായ ലക്ഷണമാണ്. കാരണം നമ്മുടെ ധ്യാനം ആഴത്തിലാകുന്നു എന്നതിൻ്റെ സൂചനയാണത്. ശരീരം വിറയ്ക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷകരമായ ഒരു കാര്യമല്ലേ? വിറയലൊക്കെ അവസാനിക്കുമ്പോൾ ശരീരം മുൻപത്തേക്കാൾ കൂടുതൽ ശാന്തവും ഉന്മേഷഭരിതവുമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, സത്യമെന്നത് ദൂരെയുള്ള ഒരു നക്ഷത്രമല്ല, അത് നമ്മുടെ ഓരോ ശ്വാസത്തിലും മിടിക്കുന്ന ഒന്നാണ്. ബുദ്ധനും പൈത്തഗോറസും നടന്ന അതേ പാതയിലൂടെയാണ് നമ്മളും ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പുറത്തെ ഇരുട്ടിനെ മാറ്റാൻ നമുക്ക് കഴിയില്ലായിരിക്കാം, പക്ഷെ നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ, അതിനെ ഉണർത്താൻ നമുക്ക് കഴിയില്ലേ? കഴിയും. ഈ വീഡിയോ നിങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കിയെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം. അതുപോലെ ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ദിവ്യബോധം ചാനലിലൂടെ നമുക്ക് ഇനിയും ഒത്തിരി ആശയങ്ങളും പങ്കുവെച്ച് സഞ്ചരിക്കുവാനുണ്ട്. നിങ്ങൾക്കുള്ളിലെ ആ ശിവത്വത്തെ ഞാൻ വണങ്ങുന്നു. ശാന്തിയും സമാധാനവും നിങ്ങളെ തേടിയെത്തട്ടെ. ഈ അനുഭവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.